സുഹൃത്തുക്കളെ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. തെരഞ്ഞെടുപ്പിൽ നിൽക്കൽ വെൽഫെയർ പാർട്ടി, യുവാക്കൾക്കിടയിൽ സോളിഡാരിറ്റി, വിദ്യാർത്ഥികൾക്കിടയിൽ SIO, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം GIO, അതുപോലെ മാധ്യമം, പത്രം, ആഴ്ചപ്പതിപ്പ്, മീഡിയ വൺ ചാനൽ, അങ്ങനെ ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഇവരുടെ ഭാഗമാണ്. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രബല മുന്നണി സംവിധാനം UDFന്റെ ഭാഗം കൂടിയാണ് ഈ സംഘടന. എന്നാൽ നമ്മൾ എത്ര പേർക്ക് ഇവരുടെ ആശയങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാം? ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഐഡിയോളജി, ഇതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് അതിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സൈദ്ധാന്തികർ ഇവരെന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് പരിശോധിച്ചാൽ മതി. ഉദാഹരണത്തിന്, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് പരിശോധിക്കാം. മാർക്സിസത്തിനെ പറ്റി മനസ്സിലാക്കാൻ കാൾ മാർക്സ് പറഞ്ഞത് നോക്കാം. ഇനി ഹിന്ദുത്വത്തെക്കുറിച്ച് അറിയാൻ സവർക്കർ പറഞ്ഞത് പരിശോധിക്കാം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും അതിന്റെ നേരത്തെ സൂചിപ്പിച്ച അനവധി സംഘടനകളെക്കുറിച്ചും മനസ്സിലാക്കാൻ അവരുടെ സ്ഥാപകൻ ഹൈദരാബാദിൽ ജനിച്ച് പിന്നീട് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള മൗലാന മൗദൂദി എന്താണ് പറഞ്ഞത് എന്ന് മാത്രം നോക്കിയാൽ മതി. പെട്ടെന്ന് കാണുമ്പോൾ പരദേശി സിനിമയിലെ മോഹൻലാലാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇയാളാണ് ഞാൻ ഈ പറഞ്ഞ മൗദൂദി. ഇദ്ദേഹം 1941 സ്ഥാപിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മൗദൂദിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനശീല എന്ന് പറയുന്നത് ലോകം മുഴുവൻ, ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു രാജ്യത്തല്ല, ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം, ഹുക്കുമത്ത് ഇലാഹിയ സ്ഥാപിക്കണം എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ്. മൗദൂദി ഇസ്ലാമിനെ കണ്ടത് കേവലം ഒരു വിശ്വാസം അല്ലെങ്കിൽ മതം അഥവാ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന രീതിയിലല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ സകലമാന ചോദ്യങ്ങൾക്കും, അത് നാട്ടിലെ നിയമം എന്താകണമെന്നാകാം, അല്ലെങ്കിൽ ഭരണകൂടം എങ്ങനെയാകണമെന്നാകാം, വ്യക്തി ജീവിതം എങ്ങനെയാകണമെന്നാകാം, സ്ത്രീ പുരുഷ ബന്ധമാകാം, അങ്ങനെ എല്ലാറ്റിനുള്ള അവസാനത്തെ അൾട്ടിമേറ്റ് ഉത്തരമായിട്ടാണ്. മൗദൂദിയെ സംബന്ധിച്ച് ഇസ്ലാം ഒരേ സമയം ഐഡിയോളജിയാണ്, നാഗരികതയാണ്, നിയമവ്യവസ്ഥയാണ്, ഭരണവ്യവസ്ഥയാണ്. നിസാം ഇ സിന്ദഗി എന്നാണ് അദ്ദേഹം ഇതിനെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും ഈ ചിന്താ പദ്ധതി സമൂഹത്തിനെ രണ്ടായിട്ട് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വിഭജിക്കും. ഒരു ഭാഗത്ത് ഇസ്ലാമിക വിശ്വാസികൾ, മറുഭാഗത്ത് അതല്ലാത്തവർ അഥവാ കാഫിറുകൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇസ്ലാമായിട്ടുള്ള എല്ലാവരും രക്ഷപ്പെട്ടു എന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ അവരാൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടത് മുസ്ലിങ്ങൾ തന്നെയാണ്. അതിൽ മൈനോറിറ്റി വിഭാഗങ്ങളായിട്ടുള്ള അഹമ്മദിയ, ഷിയ വിഭാഗങ്ങൾ ഉൾപ്പെടും. പരമ്പരാഗത ഇസ്ലാം വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന സൂഫി, അതുപോലുള്ള പാകിസ്ഥാനിലെയും മറ്റു പല വിഭാഗങ്ങൾ ഉൾപ്പെടും. അതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യകൾക്കൊന്നിന് ഇരയാക്കപ്പെട്ട ബംഗ്ലാദേശികൾ, അതിൽ അധികവും മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. ഈ ചരിത്രങ്ങളൊക്കെ വിശദമായിട്ട് മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഒരു വാർപ്പ് മാതൃകയിൽ ഉൾപ്പെടാത്ത എല്ലാ മുസ്ലിങ്ങളുടെയും അവസ്ഥ ശത്രുപക്ഷത്തായിരുന്നു. അഥവാ ഇസ്ലാമിനുള്ളിലെ പ്ലൂരലിസം, ബഹുസ്വരതയെ ഇവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. ഇനി എന്താണ് ഇദ്ദേഹത്തിന്റെ ഇസ്ലാമിക രാഷ്ട്രം എന്ന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ മാത്രം പരിശോധിക്കാം. മൗദൂദി പറയുന്നത് ഹക്കിമിയ അഥവാ ദൈവത്തിന്റെ പരമാധികാരമാണ് ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉണ്ടാകുക എന്നാണ്. ശ്രദ്ധിക്കണം, മനുഷ്യന്റെ അല്ല, ദൈവത്തിന്റെ. ദൈവത്തിന്റെ എന്ന് പറയുമ്പോൾ അത് ഏത് ദൈവത്തിൻ്റെതായിരിക്കും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്തായാലും അത് ഹിന്ദുവിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ദൈവമായിരിക്കില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിൽ, അതിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ മനുഷ്യർക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ മൗദൂദി നിർവചിക്കുന്ന രീതിയിൽ ഖുറാനും സുന്നയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ആ രാഷ്ട്രത്തിന്റെ സകല കാര്യങ്ങളും, നിങ്ങളുടെ വ്യക്തി ജീവിതം ഉൾപ്പെടെ നടക്കേണ്ടത് എന്നാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളെ തുടക്കത്തിൽ തന്നെ മൗദൂദി മുഴുവനായിട്ടും തള്ളിക്കളയുന്നുണ്ട്. അതിലൊന്ന് ആധുനിക ജനാധിപത്യമാണ്, രണ്ടാമത്തേത് സെക്യുലറിസം അഥവാ മതേതരത്വമാണ്. കാരണം ജനാധിപത്യത്തിൽ ദൈവത്തിന്റെ ഇതല്ല, മറിച്ച് ഭരണഘടനാപരമായി എല്ലാ മനുഷ്യർക്കും തുല്യതയുള്ള അവരുടെ ഹിതമാണ് നടക്കുക. മാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രത്തിൽ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മതേതരത്വത്തിന് സ്കോപ്പില്ല. ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ മൗദൂദി പറയുന്നുണ്ട് ശരിയായിരിക്കും ആ നിയമ സംവിധാനത്തിന്റെ, ആ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ ആണിക്കല്ലായിട്ട് പ്രവർത്തിക്കുക. ഇനി നിങ്ങൾക്ക് മോഡേൺ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് ചിലയിടത്ത് മൗദൂദി പറയുന്നുണ്ട്. പക്ഷെ അതും ശരിയയ്ക്ക് കീഴെ നിൽക്കണം. ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ ശരിയ നിയമം എന്താണോ അത് നിലനിൽക്കും. ഈ ലക്ഷ്യം പൂർത്തീകരിക്കുക അഥവാ ഇത്തരമൊരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക എന്നതാണ് മൗദൂദിയെ സംബന്ധിച്ച് ഓരോ യഥാർത്ഥ മുസ്ലിമിന്റെയും, കോട്ട് ആൻഡ് കോട്ട് യഥാർത്ഥ മുസ്ലിമിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. അതിനുവേണ്ടി സമൂഹത്തിനെ, രാഷ്ട്രീയത്തിനെ പരുവപ്പെടുത്തുന്ന ദീർഘകാലം വേണ്ടി വരുന്ന പ്രോസസ്സിനെയാണ് അദ്ദേഹം ജിഹാദ് എന്ന് വിളിച്ചത്. അത്തരമൊരു ജിഹാദിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പരിശോധിക്കാതെ പോകരുത്. ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ എന്തായിരിക്കും മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യരുടെ റോള്? അതും മൗദൂദി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മൗദൂദിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാം ജനങ്ങളെ വിശ്വാസികളും അവിശ്വാസികളുമായിട്ട് വേർതിരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. സ്വാഭാവികമായിട്ടും അത്തരമൊരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവിശ്വാസികളുടെ അഥവാ മുസ്ലിങ്ങളല്ലാത്തവരുടെ വ്യക്തി ജീവിതം മുതൽ സാമൂഹിക രാഷ്ട്രീയ ജീവിതം വരെ ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് മൗദൂദി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മഹാനായ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയിലുള്ള തുല്യത പോലുള്ള എല്ലാ മൗലിക അവകാശങ്ങളെയും മൗദൂദി തള്ളിക്കളഞ്ഞിരുന്നു. മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ആശയങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിശ്വാസികൾക്ക് പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും മൗദൂദി പറയുന്നുണ്ട്.
ഉദാഹരണത്തിന് സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ അവർ അലങ്കരിക്കാൻ പാടില്ല. അവിശ്വാസികൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ജിസിയ പോലുള്ള ടാക്സ് അവർ കൊടുക്കേണ്ടതുണ്ട്. അവരുടെ മതപരമായ വിശ്വാസങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് മൗദൂദി പറയുന്നുണ്ട്. ഖുർആൻ പരമമായ നിയമമായിട്ട് അംഗീകരിച്ചാൽ മാത്രം ചുരുങ്ങിയ രീതിയിൽ പാർലമെന്റിലൊക്കെ അംഗങ്ങളാകാം എന്നൊരു ആനുകൂല്യം അദ്ദേഹം നൽകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക ജീവിത രീതിക്ക് ചേരാത്തതായ എല്ലാം നിയന്ത്രിക്കണം എന്നാണ് മൗദൂദി ആവശ്യപ്പെട്ടത്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചില ചാനലുകളിലെ ഇരുട്ടുമുറികളിൽ വന്നിട്ട് ഭരണഘടനാ സംരക്ഷണം, ജനാധിപത്യം, ബഹുസ്വരത, മതേതരത്വം, ന്യൂനപക്ഷ അവകാശം ഇതൊക്കെ പറയുന്ന ആളുകളുടെ ആചാര്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചത്. ഇവിടെ മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ആരും കരുതണ്ട. നിങ്ങളൊരു മുസ്ലിം ആയിരിക്കെ മതത്തിൽ നിന്നും മാറിയ വധശിക്ഷ നൽകണം എന്നാണ് മൗദൂദി പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഐഡിയോളജിക്കൽ ഇമ്പാക്ട് എന്ന് പറയാൻ പറ്റുന്നത് പിൽക്കാലത്ത് പാകിസ്ഥാനിലെ പട്ടാള ഭരണകൂടം കൊണ്ടുവന്ന ഇന്നും പല രൂപത്തിൽ നിലനിൽക്കുന്ന ഭരണഘടനാ മാറ്റങ്ങളാണ്. അത് മൈനോറിറ്റികളുടെ അവകാശങ്ങളെ വലിയ രീതിയിൽ എടുത്തു കളയുകയും നിയമത്തിന്റെ ഇസ്ലാമിക വൽക്കരണം കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം ഈ വീഡിയോ കാണുന്ന ആർക്കും ചോദിക്കാം. നിങ്ങൾ എത്ര പേര് ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ പോലും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പോലൊരു സംഘടനയ്ക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ കുറച്ച്, ഏകദേശം നാമമാത്രമായിട്ടുള്ള അംഗസംഖ്യ മാത്രമേ ഉള്ളൂ. എന്നാൽ ആശയ രൂപീകരണത്തിൽ അവർക്ക് ഇന്നുള്ള സ്വാധീനം നമ്മൾ കാണാതെ പോകരുത്. അതിന്റെ ഭാഗമാണ് UDF പോലൊരു മുന്നണിയിൽ അതിന്റെ രാഷ്ട്രീയത്തിൽ അവർക്ക് ലഭിക്കുന്ന സ്ഥാനം. കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഹിന്ദുത്വയ്ക്ക്, ഹിന്ദു രാഷ്ട്രത്തിന്, സംഘപരിവാറിന് ഒക്കെ എതിരാണ്. അവർ പറയുന്നത്, ഉദാഹരണത്തിന് ഹിന്ദു രാഷ്ട്രം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്, അതുപോലെ ഒരു മതത്തിന്റെ മേധാവിത്വമാണ്, അവിടെ പൗരാവകാശങ്ങൾ ഹനിക്കപ്പെടും, അവിടെ മറ്റ് മതസ്ഥർക്ക് രണ്ടാം തരക്കാരായിട്ട് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാവും, അത് ഫാസിസമാണ് എന്നൊക്കെയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വിശദീകരിച്ച മൗദൂദിയുടെ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം അതിൽ നിന്നും ഒട്ടും വ്യത്യാസമില്ലാത്ത കാർബൺ കോപ്പിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അത്തരമൊരു ഇസ്ലാമിക രാഷ്ട്രം ഇന്ത്യയിലും കേരളത്തിലും രൂപീകരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ സംഘടനകളും മീഡിയ വൺ ഉൾപ്പെടെ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത് എങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെയും എതിർക്കണം. അല്ലാതെ നിങ്ങൾ ഒന്നിനെ എതിർക്കുകയും മറ്റേ കൂട്ടരെ മുന്നണിയിലെടുക്കുകയും ചെയ്യുന്നത് തികഞ്ഞ അവസരവാദമാണ്, ഹിപ്പോക്രസിയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. സംഗതി ആശയം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മീഡിയ വൺ ചാനലോ അല്ലെങ്കിൽ മാധ്യമ ആഴ്ചപ്പതിപ്പോ ഇതൊന്നും തുറന്നെഴുതിയിട്ട് നിങ്ങൾ കാണുന്നില്ല. അതെന്തായിരിക്കും? അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ കള്ളക്കളി നമ്മൾ കാണുന്നത്. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലുള്ള നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഇത്തരത്തിലുള്ള ആശയങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നതല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് പോലും ഇത്തരം ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണത്തിലൊന്നും ഒരു താല്പര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? പുറമെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ, ഇത് അവരുടെ ആശയമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഭരണഘടനാ സംരക്ഷണം, മതേതരത്വം, ജനാധിപത്യം, ന്യൂനപക്ഷ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, ഇതൊക്കെ പറയണം. ഇത്തരം പുരോഗമന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മാധ്യമ പത്രത്തിലൊക്കെ കുറച്ച് സാംസ്കാരിക നായകന്മാർ, അതുപോലെ പഴയ പണിയൊന്നുമില്ലാത്ത നെക്സലൈറ്റുകൾ, ഇവരെ കൊണ്ടൊക്കെ എഴുതിച്ച് സ്വീകാര്യത ഉണ്ടാക്കണം. അതാണ് ആദ്യത്തെ പടി. അതോടൊപ്പം ഒളിഞ്ഞു തെളിഞ്ഞു സമൂഹത്തിൽ പരമാവധി മതപരമായിട്ടുള്ള വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അങ്ങനെ അത്യാവശ്യം സ്വീകാര്യത കിട്ടിയാൽ, ഒരു മൊമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നേരത്ത് തങ്ങളുടെ ശരിക്കുള്ള പൂർണ്ണമായിട്ടുള്ള മുഖം അവർ പുറത്തേക്ക് എടുക്കും. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇവരുടെ തന്നെ വലിയ നേതാവ്, അവരുടെ ഒരു കാലത്തെ അമീറായിരുന്ന TK അബ്ദുള്ള മൗലവി പറയുന്ന വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പോ കുറച്ചൊക്കെ സൂചിച്ചിട്ട് വർത്താൻ പറയുന്നത്, നമുക്ക് ഇവിടെ ജീവിക്കട്ടെ. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി, മറ്റേ സെക്യുലറിസം എന്നെല്ലാം പറഞ്ഞുവിടും. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വ്യക്തിയില്ല. വാചക ശൈലിയിൽ ലേശം മിനുക്ക് പണിയൊക്കെ ചെയ്യും. അപ്പൊ ഇവരെ സംബന്ധിച്ച് ജനാധിപത്യവും മതേതരത്വവും എന്താണ്? അതൊക്കെ പദങ്ങളെ കൊണ്ടുള്ള ഒരു കളിയാണ്. ആ കളിയിൽ നിങ്ങൾ വീഴുവോ എന്നുള്ളതാണ് ചോദ്യം.